ഗെയിം പോ എന്താണത് വീശണം. ഗുഡ് ബൈ തന്നെ. ഗുഡ് ബൈ ഗെയിം പോ. ഗുഡ് ബൈ സ്പീക്ക്. ഗുഡ് ബൈ വെയിറ്റ്. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ഫ്രാക്ചർ വ്ലോഗ്സ്. ബഡീസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്സിൽ സശയും ഏകട്ടും ലൈക്കപ്പനൊക്കെ ഫുഡ് കഴിക്കണത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ഫുഡ് കൊടുക്കണതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അതായത് എന്തൊക്കെ നമ്മൾ ഡെയിലി കൊടുക്കണുണ്ട് അവർക്ക്, പിന്നെ എന്തൊക്കെ ഫുഡ് കൊടുക്കാം, പിന്നെ എന്തൊക്കെ കൊടുക്കാം, എങ്ങനെയാണ് കഴിക്കണത്. അവർ മൂന്നുപേരും, എൻ്റെ 3 കിഡ്സും വേറെ രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. അതായത് സശയാണെങ്കിലും ലൈക്കണാണെങ്കിലും ഏകട്ടാണെങ്കിലും വേറെ രീതിയിലാണ് അവർ ഫുഡ് കഴിക്കണം. കോമഡിയാണ് അത്. നമുക്ക് നേരെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഡീസ്, നമ്മുടെ സശക്ക് എടുത്തേക്കണ ഫുഡ് എന്ന് വെച്ചാൽ മുട്ടയും 2 മുട്ടയും ചാള പുഴുങ്ങിയതും ഇത്തിരി അതിൻ്റെ സ്റ്റോക്കും പിന്നെ നമ്മുടെ ചോറും, ഈ 3 ഐറ്റംസാണ് ഇത് ചെയ്തേക്കണം. പിന്നെ വൈറ്റമിൻസും കാൽസ്യത്തിൻ്റെയൊക്കെ മരുന്ന് ഇതിലിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഉണ്ട്. ചാള കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ സ്കിന്നൊക്കെ ഉണ്ടാവും, സ്കിന്നൊക്കെ നൈസായിരിക്കും. മറ്റേ സ്കിൻ ഇൻഫെക്ഷനൊക്കെ പുള്ളിക്ക് എപ്പോഴും വരാറില്ല. ഒക്കെ നൈസായിട്ട് സെറ്റായി ഈ ചാളയെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചൂട് ടൈമിൽ ചാള കൊടുക്കണമല്ലോ, ചിക്കൻ കൊടുക്കാതിരിക്കണമല്ലോ. പിന്നെ നമ്മുടെ ഇതിന് എന്തെന്നാണ് തണുപ്പുള്ള ടൈമിൽ ചിക്കനും കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ബഡീസ് ഫുഡ് സാക്ഷാ നമ്മൾ ഇത് കണ്ടതേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തിന്നൂല. ഫുഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇവളുടെ പരിപാടി എന്താണെന്ന് കണ്ടോട്ടെ. നമ്മൾ ആദ്യം മിക്സ് ചെയ്യാം, ഫുള്ളും അങ്ങനെ മിക്സ് ചെയ്യാം. കണ്ടാ നോക്കിയിട്ട് ഫുള്ളും മിക്സ് ചെയ്യണം. വെച്ച് കഴിഞ്ഞാൽ അത് തിന്നില്ല, എടുത്ത് തിന്ന പരിപാടിയില്ല. പക്ഷേ ഞാൻ കുഞ്ഞിലെ ഇവളെ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറുതിലോട്ട് വാരിക്കൊടുത്ത്, മനസ്സിലായോ? ചെറുതിലോട്ട് വാരിക്കൊടുത്ത് ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത്രയും പ്രായമായാലും അമ്മാമി എന്നിട്ടും ഈ വന്ന ബുദ്ധി ഇതേ തിന്നുള്ളൂ, വാരി കൊടുത്ത് തിന്നു. അല്ലാതെ ജന്മം ചെയ്താൽ തിന്നില്ല. സിറ്റ് നേരെ ചുമ്മാ ഫുഡ് കഴിക്കണം. എല്ലാവരും കണ്ടോട്ടെ, നാണക്കേട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ആക്കാ പൂച്ചാന്നൊക്കെ പറഞ്ഞ് പറയണം, എന്നാലേ അവൾ ഫുഡ് തിന്നോളൂ. സശമ്മ ഫുഡ് തിന്നോട്ടെ. ഒരീസേ സശ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ 3 കിഡ്സും പല രീതിയിലാണ് ഫുഡ് കഴിക്കണം. സശ ഇങ്ങനെയാണ്. പിന്നെ ഏകട്ട് കഴിക്കണം. ആയിക്കോട്ടെ, അടുത്ത ഞാൻ ഏകട്ട് കഴിക്കണം കാണിച്ചു തരാം. അപ്പോൾ വടീസ്, നമ്മുടെ സശക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഏകപ്പന് ഫുഡ് കൊടുക്കാൻ പോകണം. പയ്യൻ അവിടെ ഓണായിട്ടിരിക്കണ ഏകപ്പ അവൻ്റെ കണ്ടോട്ടോ. അവനെ ചെറുതിലോട്ട് ട്രെയിൻ ചെയ്ത് സശയുടെ ഇന്ന് പണി കിട്ടിയോണ്ട്. അതുകൊണ്ട് അവൻ ചെറുതിലോട്ട് ട്രെയിൻ ചെയ്തതുകൊണ്ട് അവൻ ആ സാധനം ചെയ്യുള്ളൂ. വെയിറ്റ് സിറ്റ് ഇരിക്ക്. സിറ്റ്. ഗുഡ് ബൈ ഗെയിം പോ. എന്താണത് വീശണം. ഗുഡ് ബൈ തന്നെ. ഗുഡ് ബൈ ഗെയിം പോ. ഗുഡ് ബൈ സ്പീക്ക്. ഗുഡ് ബൈ വെയിറ്റ് സ്പീക്ക്. ഗുഡ് ബൈ ഗെയിം പോ. ഗുഡ് ബൈ എഗു. സ്പീക്ക്. Good boy. Wait.
നമ്മൾ പറയാതെ അവൻ എടുക്കൂല. പയ്യനെ ഞാൻ കന ട്രെയിനിങ് കൊടുത്തേക്കണം എന്ന് വെച്ചാൽ നമ്മുടെ സശമ്മ അങ്ങനെ പോയി ചെറുതിലോട്ട് അവളെ ഞാൻ ലാളിച്ചും വശളിപ്പിച്ചളഞ്ഞോളാം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ ഫുഡ് കഴിച്ചില്ല. നമ്മൾ ആദ്യം തന്നെ ഇല്ലേ ഇതുപോലെ വാരിക്കൊടുക്കാൻ നിന്നാൽ അവൾ എത്ര വയസ്സായാലും പട്ടിണി കിടന്ന ഒരു ദിവസം ഞാൻ സശാൻ ഒരു ദിവസം പിന്നെ നമുക്കൊരു സങ്കടം കാരണം നമ്മൾ കൊടുത്തു പോകും. എന്നാലും ഒരു ദിവസം മൊത്തം അവളെ പട്ടിണിക്ക് ഇട്ടിട്ട് പോലും അവൾ തിന്നണ്ടായില്ല. എത്ര വെച്ച് കൊടുത്താലും കഴിക്കൂല. അതുകൊണ്ട് നമ്മൾ ചെറുതിലോട്ട് ഇങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ പണി പാടും. വെയിറ്റ് സ്പീക്ക് എഗു എന്താണ് പരിപാടി? ഓണല്ലേ, ഇഷ്ടപ്പെട്ടാ ഫുഡ് കഴിക്കണ്ടേ? ഇവനോട് നമ്മൾ പറയാ കമാൻഡ് ചെയ്യാതെ ഇവൻ ഫുഡ് എടുക്കൂല. ചോദിച്ചോണ്ടിരിക്കണേ താടാ പന്നീന്ന് ഇരിക്കണേ എന്ത് പോസ്റ്റാടാന്നുള്ള സീനിൽ. അപ്പോൾ നമ്മൾ ചെറുതിലോട്ട് ഫുഡ് ഇങ്ങനെ വാരി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സശ നേരത്തെ കണ്ടില്ലേ അതേപോലെ സശയുടെ പോലെ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഫുഡ് വാരി കൊടുക്കണ പരിപാടി ചെയ്യരുത്, പണി പാടും. വെയിറ്റ് സ്പീക്ക് ഗുഡ് ബോയ് ഗെയിം പോ ഗുഡ് ബോയ് വെയിറ്റ് ടേക്ക് വടീസ്. ഇതാണ് നമ്മുടെ രണ്ട് കിഡ്സും ഇങ്ങനെയാണ്. മൂന്നുപേരും രണ്ടുപേരും വെവ്വേറെ ടീംസാണ്, വെവ്വേറെ മൂഡാണ്. അപ്പോൾ വടീസ് നമുക്ക് നേരെ ലൈക്കപ്പിൻ്റെ അടുത്ത് പോകാം. ലൈക്കപ്പ് നമ്മുടെ വീട്ടിൽ കിടക്കണേ വൈറ്റിലാണ് വീട്ടുകാരുടെ ഒപ്പമാണ്. അപ്പോൾ വടീസ് നമുക്ക് നേരെ ലൈക്കപ്പിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ വടീസ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ലൈക്കനെ നമ്മൾ പയ്യത് ഇന്ന് ബിസ്ക്കറ്റാണ് കൊടുക്കണം. ഞാനല്ല കേട്ടോ ലൈക്കന് ഫുഡ് കൊടുക്കണം, ഞാനല്ല ഡാഡാണ് ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മളിന്ന് ലൈക്കിന് ഞാൻ ഡെയിലി എപ്പോൾ വരുമ്പോഴും ഒരു ട്രീറ്റാണ് മേടിച്ചു കൊടുക്കണം. അപ്പോൾ ലൈക്കാബീനെ നമ്മൾ നോക്കുകയാണ്, സാധനം കാണാനുള്ളത് പോയി കാണുന്നത്. ലൈക്കനെ എവിടെയാണ് നോക്കട്ടെ. ഇതെന്താണത്? കരി പിടിച്ചിരിക്കണം, കരിയിൽ വിടാണ്. ഇതെന്താണ് മുഖം ഇങ്ങനെ ഇരിക്കണം? ഇതെന്തുപറ്റി? ഇതെന്താണത് ഈ കാണുന്നത്? ഇവിടെ ഇതിൻ്റെ കളറല്ല കേട്ടാ, അവൻ കരിയിലെന്തോ വീണിട്ടുണ്ട്. സാധനത എവിടെ പോയി കിടക്കണം? കയ്യൊക്കെ പോയി. ഇതെന്താണ് ഈ കാണുന്നത്? ഇതെപ്പോൾ സംഭവിച്ചു? കരിയില പോയി കിടക്കണം. വാ പ്ലീസ്. ഞാനപ്പോൾ നമുക്ക് അകത്തേറ്റാൻ പറ്റൂല. പയ്യൻ കരിയിരിക്കണം. കരിപിരണ്ട ജീവിതമായ അതിൻ്റെ ഇവിടെ ഇനി നാത്തേറ്റുള്ള ഓക്കെ ലൈക്കാപ്പിക്ക് ബിക്കറ്റി കെച്ച് ഗുഡ് ബൈ കെച്ച് Catch. Good boy. Catch. Good boy. Catch. Good boy. But ഇവൻ ഇതിന് ഞാനല്ല ഡാഡാണ് ഫുഡ് കൊടുക്കുന്നത്. അതാണ് ഇവന് ഫുഡ് കൊടുക്കണം. ഇത് കൊടുക്കാത്ത നമുക്ക് സാശത്ത് പോലും കൊടുത്തില്ല, അത് തന്നെയാണ് ഇവനും കൊടുക്കണം. പക്ഷേ ഇവൻ ഡാഡിൻ്റെ പെറ്റായതുകൊണ്ട് അയ്യോ എന്തുപറ്റി സുർജിനി കയ്യിൽ ഏതോ കരിയില എൻ്റെ പോയി വീണിട്ടുണ്ട്. അതായിട്ട് ഇങ്ങനെ നിൽക്കണം. ഇനി ഇവനെ വാട്ടർ സർവീസ് എടുക്കേണ്ടി വരും. ഭയങ്കര കടിയാണ്. എൻ്റെ കടിയിട്ട് നല്ല ഫൈറ്റിംഗ് ഫോഴ്സ് വരും മറ്റവന്മാരെ പോലെ. കരിയുടെ റൊട്ടേഷനില്ല, പറഞ്ഞിട്ടില്ല. ഇതാണ് ലൈക്കപ്പൻ. ഇവരിങ്ങനെയാണ്, ഫുൾ ഭയങ്കര ആക്റ്റീവാണ്.
ഇനി ഈ കരി മൊത്തം എൻ്റെ മേത്താക്കുന്നതിന് മുമ്പ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, 3 പേരും ഇങ്ങനെയാണ്. അങ്ങനെ പല ക്യാരക്ടേഴ്സാണ് 3 പേരും. നിങ്ങൾക്കും സശേനെ പോലത്തെ ഡോഗ്സ് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ അവൾ വെള്ളം കുടിക്കാനുള്ള, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ടെക്നിക്ക് അറിയുമെങ്കിൽ ഒന്ന് അതും പറഞ്ഞുതരാം. വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം കുടി കുറവാണ് ആൾ. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയുള്ള ടെക്നിക്ക് വല്ലതും അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ലൈക്കപ്പനെ പോലത്തെയും ഏകട്ടനെ പോലത്തെയും സശേനെ പോലത്തെയും ഡോഗ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഒരു ക്യാരക്ടറുള്ള ഡോഗ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അതും കമൻറ്റ് ചെയ്യണം. വഡീസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരി, ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത്. അപ്പോൾ ഓക്കെ വഡീസ്, ബൈ. Hello buddies.